ഉമ്മമാരെ, എത്ര പ്രായം കൂടിയാലും മെൻസസിന്റെ സമയം കഴിഞ്ഞാലും അവസാന സമയം വരെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി അവരെ ശാപം വാങ്ങാതെ, മലക്കുകളെ ലാനത്ത് വാങ്ങാതെ, സ്വാലിഹീങ്ങളെ ലാനത്ത് വാങ്ങാതെ അവരോട് നല്ല സ്നേഹത്തിലും സമ്പർക്കത്തിലുമായി നിങ്ങളെ ശരീരത്തിന് വികാര വിചാരതയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവിന് വേണ്ടി നിന്നുകൊടുക്കൽ കടമയാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ആ നിർബന്ധം വീട്ടിക്കൊടുക്കാതെ ആ ഒരു മനസ്സിന്റെ വ്യതയുമായി അവരങ്ങ് മരിച്ചുപോയാൽ അള്ളാന്റെ ലഅനത്ത് മാറൂല. ഒരു രാത്രി തന്നെ ആ കിടപ്പറയിലേക്ക് വിളിച്ചിട്ട് വരാത്ത പെണ്ണിനെ ലഅനത്തുൽ മലായികത്തു ഹത്താ തുസ്ബിഹാ, 60 വയസ്സായ ഉമ്മ പറയുന്നു എനിക്ക് കുളിക്കാനൊന്നാകൂല. വികാര വിചാരങ്ങൾക്ക് 10-40 കൊല്ലം അടിമപ്പെട്ടു തന്നു, തീർന്നോ സഹോദരങ്ങളെ? എന്റെ ശരീരം മൊഴിച്ചു തന്നു, തീർന്നോ? ഇല്ലേ, തീർന്നിട്ടില്ല. അവസാന സമയം വരെ ഭർത്താവിന്റെ താല്പര്യത്തിന് ഇംഗിതത്തിന് വഴങ്ങണം. അത് ഹലാലായ സുന്നത്തായ രൂപത്തിലുള്ളതാണ്, ഹറാമായ രൂപത്തിലല്ലല്ലോ. കുടുംബ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിനല്ലേ നല്ലോണം ഖത്മ് തീർക്കുന്ന, മാസത്തിലെ ആഴ്ചയിലെ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കുന്ന, അയ്യാമുൽ ബീദിലെയും അയ്യാമുസീദിലെയും നോമ്പ് നോൽക്കുന്ന, 96 നോമ്പ് നോൽക്കുന്ന നല്ല പക്വതയുള്ള ഉമ്മമാരുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഭർത്താവിന്റെ വലവ് വാങ്ങിയിട്ട് മരിച്ചു പോകരുത്, മലക്കുകളുടെ ശാപം തട്ടിയിട്ട് മരിച്ചു പോകരുത്. നിങ്ങൾക്കൊരു പക്ഷേ വികാരമായ പരിധി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ആ ഭർത്താവിന്റെ ശരീരത്തിന് വഴങ്ങിക്കൊടുക്കണം. അത് ഏറ്റവും നല്ലൊരു കടമയാണ്, പൊരുത്തം കിട്ടാൻ കാരണമാണ്. അവരെ ഒലബ് കൊണ്ട്, മലക്കുകളെ ലഅനത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ ശാപം തട്ടിയിട്ട് പിരിഞ്ഞു പോകുന്നവരാകരുത്. നിങ്ങൾക്ക് എത്ര പ്രായാധിക്യമായാലും വികാര വിചാരങ്ങൾക്ക് ഹലാലായ രൂപത്തിലേക്ക് ഭർത്താവ് വിളിക്കുമ്പോ നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ ആ ഭർത്താവ് സ്വയംഭോഗം നടത്തിപ്പോയാൽ, വേറെ വല്ല മാർഗവും സ്വീകരിച്ചാൽ അതിനുകൂടി ഉത്തരവാദികളാകേണ്ടി വരും. നന്നായി ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തും.